ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. LTA അഥവാ ലൈഫ് ടൈം അരിയേഴ്സ് സംബന്ധിച്ച് പല തെറ്റായ മെസ്സേജുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സ്പർശിൽ മൈഗ്രേറ്റ് ആയവർ ലൈഫ് ടൈം അരിയേഴ്സിനായി നൊമിനിയും ഓൾട്ടർനേറ്റ് നൊമിനിയും ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് LTA അഥവാ ലൈഫ് ടൈം അരിയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. വിമുക്ത ഭടൻ അല്ലെങ്കിൽ വിധവ, അതായത് ആരാണോ പെൻഷൻ വാങ്ങുന്നത്, അവരുടെ മരണശേഷം അവർ ജീവനോടെ ഇരുന്നപ്പോൾ ലഭിക്കേണ്ടിയിരുന്ന എന്തെങ്കിലും എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ അതിനാണ് ലൈഫ് ടൈം അരിയേഴ്സ് അഥവാ LTA എന്ന് പറയുന്നത്. സ്പർശിൽ LTA ലഭിക്കാനായി നമ്മൾ നൊമിനിയെയും ഓൾട്ടർനേറ്റ് നൊമിനിയെയും ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി സ്പർശ് പ്രൊഫൈലിൽ നൊമിനി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്ന പേജ് ഓപ്പൺ ആകുന്നതാണ്. ഇതിൽ നോമിനി ഫോർ LTA എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷമുള്ള നൊമിനി ഡീറ്റെയിൽസ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്പർശിലെ ഫാമിലി ഡീറ്റെയിൽസിൽ ആരുടെയൊക്കെ പേരുണ്ടോ അവരുടെ എല്ലാം പേര് ഇവിടെ കാണാൻ സാധിക്കും. സാധാരണയായി സ്പൗസ് അഥവാ ഭാര്യ ജീവനോടെ ഉണ്ടെങ്കിൽ സ്പൗസിനെ തന്നെ സെലക്ട് ചെയ്യുക. എന്നാൽ ഭാര്യ മരിച്ചുപോയ വിമുക്ത ഭടനാണെങ്കിൽ മക്കളെ സെലക്ട് ചെയ്യാം. ഇനി ഭാര്യയും മക്കളും ഇല്ലാത്ത വിമുക്ത ഭടനാണെങ്കിൽ അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന വിൻഡോയാണ് സ്ക്രീനിൽ കാണുന്നത്. ഇവിടെ നമ്മുടെ മറ്റേതെങ്കിലും ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ പേര് നൽകാവുന്നതാണ്. അവരുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് എന്നിവ ആഡ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നൊമിനി വൈഫ് ആണെന്നും ആയതിനാൽ നൊമിനിയിൽ മക്കളെ ആഡ് ചെയ്യണമെന്നുമാണ്. ഇത് തികച്ചും തെറ്റാണ്. നൊമിനി എന്നത് പ്രൈമറി നൊമിനി തന്നെയാണ്. അത് വിമുക്ത ഭടൻ്റെ ഭാര്യ തന്നെയാണ്. ഭാര്യ ഇല്ലെങ്കിൽ മക്കൾ, മക്കളും ഭാര്യയും ഇല്ലെങ്കിൽ മറ്റാരെയെങ്കിലും നൊമിനിയായി ആഡ് ചെയ്യാം. ഇനി അതിന് ശേഷമുള്ളതാണ് ഓൾട്ടർനേറ്റ് നൊമിനി എന്ന ഓപ്ഷൻ. അതായത് നമ്മൾ മുകളിൽ നൽകിയ നൊമിനിയുടെ മരണം സംഭവിച്ചാൽ, അല്ലെങ്കിൽ വിവാഹമോചനം നേടിയാൽ, അതുമല്ലെങ്കിൽ മാനസിക നില തെറ്റിയാൽ, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ 3 ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. ഓൾട്ടർനേറ്റ് നൊമിനി 4 എന്നതിൽ നമ്മൾ ആദ്യം നൽകിയ നൊമിനിയുടെ പേര് സെലക്ട് ചെയ്യുക. ഓൾട്ടർനേറ്റ് നൊമിനി നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് വരുന്നതാണ്. ഇതിൽ ഇഷ്ടമുള്ളവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി 2 മക്കളാണെങ്കിൽ 2 പേർക്കും 50% വീതം ഷെയർ നൽകാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാൻ സാധിക്കും. അതായത് നൊമിനിയുടെ ഡെത്ത്, ഡിവോഴ്സ്, ഇൻസാനിറ്റി എന്നിവയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ LTA നമ്മൾ നൽകിയവർക്ക് ലഭിക്കും. ഓൾട്ടർനേറ്റ് നൊമിനിയിൽ മക്കളെ ആഡ് ചെയ്യാനായി ആദ്യം ഫാമിലി ഡീറ്റെയിൽസിൽ മക്കളെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റ് നൊമിനിയെ ആഡ് ചെയ്യാൻ സാധിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.